നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയാണ് കുവൈറ്റിൽ ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി ആളുകൾ വ്യാജമദ്യം കഴിക്കുകയും അതിൽ 23ഓളം ആളുകൾ മരണപ്പെടുകയും ചെയ്ത വാർത്ത പുറത്തു വന്നത്. ഏതായാലും അതിന് പിന്നാലെ തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് കുവൈറ്റ് ഭരണാധികാരികൾ നടത്തുന്നുണ്ടായിരുന്നത്. മദ്യം പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ള രാജ്യത്ത് എങ്ങനെയാണ് ഇത്തരത്തിലധികം ആളുകൾക്ക് വ്യാജമദ്യം എത്തുകയും ആളുകൾ മരണപ്പെടുകയും ചെയ്ത വാർത്ത പുറത്തു വന്നപ്പോൾ വളരെ ഞെട്ടലാണ് ഭരണാധികാരികൾക്കെല്ലാം തന്നെ ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും വ്യാപക തിരച്ചിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കുവൈറ്റ് വിഷമദ്യ ദുരന്തത്തിൽ മുഖ്യപ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിൽ ഇന്ത്യക്കാരനടക്കമുള്ള സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സംഭവത്തിൽ 21 പേർക്ക് കാഴ്ചശക്തി നഷ്ടമായിട്ടുണ്ട്. 160 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. അതിൽ 10 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായിട്ട് തുടരുന്നത്. നേപ്പാളി പൗരനായ ഭൂപൻ ലാൽ തമാങ്കിനെ സാൽമിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെഥനോൾ കലർന്ന മദ്യശേഖരം ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇന്ത്യക്കാരൻ വിശാൽ ധന്യാൽ ചൌഹാനും നേപ്പാളി പൗരൻ നാരായണൻ പ്രസാദ് ബഷ്യാലും വ്യാജമദ്യ നിർമ്മാണ വിതരണ ശൃംഖലയുടെ നേതാവായ ബംഗ്ലാദേശി പൗരൻ ദെലോറ പ്രകാശ് ദാരാജും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ വലിയ അളവിലാണ് ഇത്തരത്തിൽ വ്യാജമദ്യം നിർമ്മിക്കുകയും അത് വിതരണക്കാർക്ക് നൽകുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മരണസംഖ്യ വർദ്ധിച്ചപ്പോൾ ഇത് വലിയ വാർത്തയാവുകയും ഇപ്പോൾ ഈ പൗരന്മാരെ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യലും മറ്റു നടപടികൾക്കായിട്ട് മാറ്റിയിരിക്കുകയാണ്. കുവൈറ്റിലെ ഗവർണറേറ്റുകളിലുടനീളമുള്ള നടത്തിയ റെയ്ഡുകളിൽ പ്രാദേശിക മദ്യനിർമ്മാണ വിതരണത്തിൽ ഉൾപ്പെട്ട 67 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റെസിഡൻഷ്യൽ വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന 4 മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ അടക്കമാണ് ആകെ 10 മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ റെയ്ഡുകൾക്കിടെ കണ്ടെത്തിയത്. വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വകുപ്പുകൾ അന്വേഷിക്കുന്ന 34 പേരെ കൂടി റെയ്ഡുകൾക്കിടെ പിടികൂടി. അതിനിടെ വ്യാജമദ്യം കഴിച്ച് ചികിത്സയിൽ കഴിയുന്നവരിൽ മറ്റ് രാജ്യക്കാരായ സ്ത്രീകളും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം അനുസരിച്ചാണ് 160 പേർ ചികിത്സയിലുണ്ടെന്നും 23 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 6 പേർ മലയാളികളാണ്. ഇവരിൽ കണ്ണൂർ ഇരിനാവ് സ്വദേശി സച്ചിൻ പൊങ്കാരന്റെ മൃതദേഹം ഇന്ന് പുലർച്ചെയാണ് നാട്ടിലെത്തിച്ചത്. ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സച്ചിൻ അടുത്തിടെയായിരുന്നു അവധിക്ക് വന്നു മടങ്ങിയത്. വിഷമദ്യ ദുരന്തത്തിൽ മരിച്ച 23 പേരിൽ 10ഓളം പേർ ഇന്ത്യക്കാരാണ്. ഇവരിൽ 6 പേർ മലയാളികളാണ്. ഇതിൽ സച്ചിന്റെ മൃതദേഹം മാത്രമാണ് ഇവിടേക്ക് നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ പിന്നെ 8 പേരുടെ കൂടി മൃതദേഹം നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ 7 പേർ ഏത് രാജ്യക്കാരാണെന്നത് വ്യക്തമല്ല. ഔദ്യോഗിക നടപടികൾ പൂർത്തിയാകുന്നത് പ്രകാരമേ മറ്റുള്ളവരുടെ മൃതദേഹം സ്വദേശങ്ങളിലേക്ക് അയക്കുകയുള്ളൂ. ഇനി മലയാളികൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ ആരൊക്കെയാണ്, എവിടേക്കുള്ള മലയാളികളാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. 40 ഇന്ത്യക്കാർ ഉൾപ്പെടെ 160 പേരാണ് വ്യാജമദ്യം കഴിച്ച ആശുപത്രികളിൽ കഴിയുന്നത്. ചികിത്സയിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗം പേരുടെയും നില ഗുരുതരമാണ്. വിഷമദ്യം വൃക്ക ഉൾപ്പെടെ ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളെല്ലാം തകരാറിലാക്കിയതാണ് ആശങ്ക ഉയർത്തുന്നത്. അതിൽ നിരവധി ആളുകൾക്ക് കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി ആളുകൾ വെന്റിലേറ്ററിലാണ്, ഡയാലിസിസിന് വിധേയമാകുന്നുണ്ട്. അതിലൊക്കെ തന്നെ എത്രത്തോളം ആളുകൾ ഇനി മരണസംഖ്യ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഉയരുമെന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്. ഇന്ത്യക്കാരിൽ കൂടുതൽ പേരും മലയാളികളാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രാദേശികമായി നിർമ്മിച്ച മദ്യം കഴിച്ച് പ്രവാസികൾ ഗുരുതരാവസ്ഥയിലായത്. സംഭവത്തിലാണ് ഇപ്പോൾ അതിൽ ബന്ധപ്പെട്ട 4-5 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേർക്ക് ബന്ധമുണ്ടോ എന്നറിയാൻ അന്വേഷണം പുരോഗമിക്കുകയാണ്. പലപ്പോഴും ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് കുവൈറ്റ്. പ്രത്യേകിച്ച് മദ്യനിരോധനം അവിടെ പൂർണ്ണമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ ഭരണാധികാരികൾ. എന്നിട്ടും എങ്ങനെയാണ് ആ രാജ്യത്തുള്ളവരെ അല്ല കൂടുതലും മറ്റുള്ള രാജ്യങ്ങളിലുള്ള, അത് ഇന്ത്യക്കാരടക്കം മലയാളികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ആളുകൾ വീണ്ടും ആ ഒരു രാജ്യത്തെ നിയമം തെറ്റിച്ചുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്? എന്തുകൊണ്ട് ഇതിന് നിയന്ത്രണമില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യൻ എംബസി അധികൃതരും 40 ഇന്ത്യക്കാർ ഉണ്ടെന്നല്ലാതെ ഏതൊക്കെ സംസ്ഥാനക്കാരാണെന്നുള്ള വിവരവും പുറത്തു വന്നിട്ടില്ല. കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ചട്ടങ്ങൾ പ്രകാരം ഏത് സാഹചര്യത്തിലായാലും ചികിത്സയിൽ കഴിയുന്നതോ മരണമടയുന്നതോ ആയ പ്രവാസികളുടെ ലിംഗമോ രാജ്യമോ മതമോ പേരോ ദേശമോ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാറില്ല. ഔദ്യോഗിക സ്ഥിരീകരണത്തിൽ ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരാണെന്ന് മാത്രമാണ്
എന്നാണ് വ്യക്തമാക്കുന്നത്. വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങൾ തുടരുന്ന രീതിയാണിത്. മരിച്ചവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മുഖേനയാണ് മരണപ്പെടുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ പൊതുസമൂഹം അറിയാറുള്ളത്. ഇസ്ലാമിക് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളിലെ കാർക്കശ്യം കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പ്രവാസി സമൂഹങ്ങളും ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നതും. കുടുംബത്തെ പോറ്റാൻ കടൽ കടക്കേണ്ടി വന്നതിനാൽ സ്വന്തം നിലനിൽപ്പിനും ജീവിതത്തിനും ജോലിക്കും ദോഷകരമാകുന്ന രീതിയിൽ നിയമവ്യവസ്ഥ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ചോ ഒരു കാര്യത്തിലും പ്രവാസികൾ ഇടപെടില്ല എന്നതാണ് പ്രവാസത്തിന്റെ പ്രത്യേകത. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതിപ്പോൾ കുവൈറ്റിലെ 2 മാസത്തിനിടെ ഇത് രണ്ടാമത്തെ സംഭവമാണ്. അതോടുകൂടി തന്നെ പ്രവാസ സമൂഹവും ആശങ്കയിലാണ്. വ്യാജമദ്യ ദുരന്തം കുവൈറ്റിലെ പ്രവാസികളെ പ്രത്യേകിച്ചും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയതിനൊപ്പം കടുത്ത ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. വ്യാജമദ്യത്തിന്റെ പിന്നാലെ പോയതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണെന്നത് ഇന്ത്യൻ സമൂഹത്തിനും നാണക്കേടായി എന്നത് മാത്രമല്ല, കുവൈറ്റികൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. വിഷമദ്യ ദുരന്തമുണ്ടായത് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതിനാൽ കുവൈറ്റിനും നാണക്കേടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോടുള്ള സമീപനം ഇനി എങ്ങനെയാകുമെന്നതിൽ കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് വലിയ ആശങ്കയുണ്ട്. കുവൈറ്റിൽ നിന്നുള്ള വാർത്തകളിൽ നാട്ടിലെ പ്രവാസി കുടുംബങ്ങളിലും ആശങ്ക ഇല്ലാതില്ല. കാരണം ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യക്കാരാണ്, അതിൽ പ്രത്യേകിച്ച് മലയാളികൾ നിരവധി രാജ്യങ്ങളിൽ നമ്മൾ അവിടെയൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട്, അവിടെ കുടുംബമായി സെറ്റിൽഡ് ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ നല്ല പ്രതിച്ഛായയോടുകൂടി താമസിക്കുന്നവർക്കും അവിടെ ജീവിക്കുന്നവർക്കൊക്കെ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് ചുരുക്കം ചില ആളുകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഏതായാലും മരണസംഖ്യ ഉയരുമെന്നുള്ള ആശങ്കയാണ് ഈ ഒരു നിമിഷത്തിൽ പങ്കുവയ്ക്കാനുള്ളത്.